ഡിയർ സ്റ്റുഡൻസ്, എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ചോ? നമ്മൾ കഴിഞ്ഞ ദിവസം ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും പഠിക്കാം. എത്തിക്സ് ഹാസ് ടു തിങ്സ്: എ വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റഡി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വൺസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. നമ്മൾ ഏതൊരു ആസ്പെക്റ്റിനും ഒരു വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യം നോക്കി നോക്കൂ. നമ്മൾ A+, A, B+, B അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നല്ല റിസൾട്ടാണോ മോശം റിസൾട്ടാണോ എന്ന് അനലൈസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് തെറ്റുകളായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ളത് എന്താണ്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ റൂള് വയലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് എത്തുന്നില്ല, അല്ലെങ്കിൽ ശരിയാവുന്നില്ല എന്നൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ എത്തിക്സ് റെഫേഴ്സ് ടു വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, വാട്ട് prescribe what human ought to do, usually in terms of rights, obligations, benefits to society, fairness, or specific virtue. Ethics, for example, refers to those standards that impose the reasonable obligation to refrain from rape, stealing, murder, assault, slander, and fraud. Ethical standards include standards relating to right, such as right to life, right to freedom, freedom from injury, right to privacy. Such standards are adequate standards of ethics because they are supported by consistent and well-founded reasons. Ethical standards also include those that rejoin virtue of honesty, കമ്പാഷൻ ആൻഡ് ലോയലിറ്റി. ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട, അതായത് റൈറ്റ് ടു ലൈഫ്, നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരിൽ നിന്ന് അപകടം ഏൽക്കാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ നമ്മുടെ സൊസൈറ്റി നമുക്കൊരു പ്രൈവസി, മറ്റുള്ളവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇല്ലാതാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ടെൻഷനിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് അറ്റൈൻ ചെയ്യാതിരിക്കുമ്പോൾ അത് തെറ്റെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് കാര്യത്തിനും ഒരു വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി സ്റ്റഡി ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് വൺസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. Ethics refers to the study and development of one's ethical standard. As mentioned above, feelings, laws, and social norms can be deviate from what is ethical. ഇപ്പം നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം അത് അൺഎത്തിക്കലാണ് അല്ലേ? അത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നത്, സോഷ്യൽ നോംസ്. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് അറ്റൈൻ ചെയ്യാതിരിക്കുമ്പോൾ അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് നെസസറി ടു കോൺസ്റ്റൻ്റ്ലി എക്സാമിൻ വൺ സ്റ്റാൻഡേർഡ് ടു എൻഷുർ ദാറ്റ് ദേ ആർ റീസണബിൾ ആൻഡ് വെൽ founded. Ethics also means then the continuous effort of studying our own moral belief and our moral conduct and striving to ensure that we, the organizations, help to shape, live up to standards that are reasonable and solely based. നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയുടെ നോംസും അവിടുത്തെ ലോസും അനുസരിച്ച്
ജീവിക്കാൻ തയ്യാറാകുന്നു. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു, ആ പ്രൊഡക്റ്റ് ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ല, ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി ഇല്ല, ഉദ്ദേശിച്ച രീതിയിലല്ല എങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഇത് വെറും പറ്റിക്കലാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ നല്ല രീതിയിലല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലും നമ്മൾ മുടക്കുന്ന പണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വാല്യൂ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ബിസിനസ്സിനുണ്ട്. അത് നമ്മുടെ ലൈഫിലായാലും ബിസിനസ്സിലായാലും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ് ആണ്. ഈ കൺസെപ്റ്റ് ഓഫ് എത്തിക്സ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്, മനുഷ്യരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എത്തിക്സിൻ്റെ ഓരോ കാര്യങ്ങളും, അല്ലേ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് നോളജ് അബൌട്ട് മോറൽ ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. സോ ഇറ്റ് ഈസ് സോഷ്യൽ സയൻസ്. ഇത് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ് ആണ്. കാരണം ഇത് നമ്മുടെ മോറൽ ബിഹേവിയറിനെ കുറിച്ച് അല്ലെങ്കിൽ സാൻമാർഗികമായ സ്വഭാവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് നോളജാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ എത്തിക്സ് സീക്സ് ടു determine the nature of norms, ideals or standard and seek to enquire the fitness of human action to this standard. Ethics എന്താണ് തീരുമാനിക്കുന്നത്? The nature of the norms, ഐഡിയൽ ഓർ സ്റ്റാൻഡേർഡ്, സീക്സ് ടു എൻക്വയർ. നമ്മളൊരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി പാലിക്കേണ്ടതായിട്ടുള്ള കുറേ ചിട്ടകളാണ്. ഇറ്റ് ഈസ് ആൻ ഏരിയ ഡീലിംഗ് വിത്ത് മോറൽ ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് വോളണ്ടറി ഹ്യൂമൻ കണ്ടക്ട്. ഒരു മനുഷ്യൻ സ്വമേധയ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നല്ലതാണോ ചീത്തയാണോ എന്ന് തരംതിരിക്കലാണ്. മോറൽ ജഡ്ജ്മെന്റ് റിക്വയർ മോറൽ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് ജഡ്ജ് ദ ഹ്യൂമൻ കണ്ടക്ട്. ഫിഫ്ത്ത് വൺ പറയുന്നു, എത്തിക്സ് tries to set standard for the ultimate end or the highest goal is pursued. So ethics separate good and bad, right and wrong, fair and unfair, moral and immoral, and proper and improper human action. Ethics എന്ന് പറയുന്നത് മനുഷ്യ സ്വഭാവത്തിന്, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശരിയേത് തെറ്റേത്, ഗുഡ് ഏത് ബാഡ് ഏത്, ഫെയർ ആയിട്ടുള്ളത് ഏത് അൺഫെയർ ആയിട്ടുള്ളത് ഏത്, മോറൽ ആയിട്ടുള്ളത് ഏത് ഇമ്മോറൽ ആയിട്ടുള്ളത് ഏതെന്ന് തരംതിരിക്കലാണ്. Next and last point, ethics are about what is right and what is wrong and law is about what is lawful and what is unlawful. എത്തിക്സിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിയമം പാലിക്കുന്ന ആൾക്കാരെ അത് മനസ്സിലാക്കണം, എന്താണ് ലോഫുൾ എന്താണ് അൺലോഫുൾ. ചുരുക്കം പറഞ്ഞാൽ ഒരു ബിസിനസ് എത്തിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത്, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്മെൻ എന്നുള്ള നിലയിലും നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകൾ, സാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം ബേസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.